നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറക്കിയാണ് വ്യാപാരികൾ. നാളെ തൃശൂരിൽ നടക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇടതുവലത് മുന്നണികൾ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ചാവ് ഹാജി 24-നോട് പറഞ്ഞു. നാളെ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ പ്രഖ്യാപിക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കൂടിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ആലപ്പുഴ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് ഇനി ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് സംഘടന എന്നൊരു തീരുമാനമെടുത്തത്. കാരണം നമുക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. ഞങ്ങൾ അതിനെയാണ് ഉദ്ദേശം. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇല്ല, ഒരു പരിഗണനയും ഇല്ല. നമ്മളന്നേരം SKN ഫോർട്ടിൽ ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി നിലമ്പൂർ പോയപ്പോഴത്തേക്ക് അവിടെ അവർ അന്നേ പറഞ്ഞായിരുന്നു ഞങ്ങൾ വയലക്ഷ്യം മത്സരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. മാത്രമല്ല ഹാഷ്മി, ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നും വ്യാപാര മേഖലയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നുണ്ട്. പലയിടത്തും ഭരണം നടത്തുന്നത് ബിസിനസ്സുകാരാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇവിടേക്കും വരുന്നുണ്ടെന്നതിന്റെ ഒരു സൂചനയാണെന്ന് തോന്നുന്നു. സമീർ ബിൻഗിരിയുണ്ട്. സമീർ, അത് ആ ട്രെൻഡ് വരുന്നതാണോ അതോ ഒരു പ്രഷർ ടാക്ടിക്സ് സീരിയസ് ആയി സ്ഥാനത്ത് നിർത്താനാണോ അതോ ഒരു സമ്മർദ്ദതന്ത്രം, ഞങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണോ ആ തീരുമാനം? സമീർ, ഹാഷ്മി, സമ്മർദ്ദ തന്ത്രത്തിലപ്പുറം അവർ സീരിയസ് ആയി തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ ജില്ലാ എക്സിക്യൂട്ടീവിലും മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തൃശ്ശൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിലെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നിലവിൽ 2 പേരാണ് അവർ പരിഗണിക്കുന്നത്. ഒന്ന് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത്. ഇവർ 2 പേരും നിലമ്പൂർ സ്വദേശികളാണ്. ഇവർ 2 പേരും ഒരാളായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപാരികൾക്ക് അടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഇവർക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിച്ച് തങ്ങളുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് ഇനി ഒരു പരിഗണന ലഭിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. 6000-ഓളം മെമ്പർമാരാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് നിലമ്പൂരുള്ളത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വ്യക്തമാക്കുന്നത്. UDF അടക്കമുള്ള ഘടക കക്ഷികൾ ഇവരുമായൊക്കെ തന്നെ മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യപ്പെട്ട് ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് വ്യാപാരികൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം നാളെ എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, സമീർ ബിൻകരിയുമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. അപ്പോൾ ഹാഷ്മി, ഇത് എന്ന് പറയുന്നത് ഒരു ട്രെൻഡിന് തുടക്കമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായും ആ രീതിയിൽ ഇപ്പോൾ ലോബിയിങ്ങിനൊക്കെ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, ഒരുപാട് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ഭരണത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നുണ്ട്. അലോൺ മസ്ക് ഉണ്ട്, ട്രംപ് നല്ല ഒന്നാന്തര വ്യവസായിയാണ്. ലോകത്തിന്റെ പല ഭാഗം ഇപ്പം ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ അവർ ഒക്കെ വ്യവസായികളാണ്. അപ്പോൾ എൻ്റെ സ്വപ്നത്തിലെ ഒരു കിനാശേരി എന്ന് പറയുന്നത് വ്യവസായികൾ എന്നല്ല ഞാൻ പറയുന്നത്, വ്യാപാരികളെന്നല്ല, നല്ല സാമ്പത്തിക അവബോധമുള്ള അതേസമയം രാഷ്ട്രീയ ബോധവുമുള്ള ആൾക്കാർ ഭരണതലത്തിലേക്ക് വരണമെന്ന് തന്നെയാണ്.